നമസ്കാരം. ഞാൻ ഇന്ന് വന്നത് ഇന്നത്തെ കാലത്ത് വളരെ സർവ്വസാധാരണമായിട്ടാണ് ഡൈവോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ നമുക്ക് സ്വയംവരം എന്നൊക്കെ പറയുന്നത് സ്വയം വരിക്കാനുള്ള ഒരു പെർമിഷൻ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമാണ് കല്യാണം കഴിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്കിഷ്ടമുള്ള ആൾക്കാരെ അവർ തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നത് സക്സസ് ആകുന്നുണ്ടോ, അങ്ങനെയാകാനുള്ള ഒരു വഴിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ അറിയുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്നും നിങ്ങളുടെ ഇഷ്ടക്കേടുകളും ഒക്കെ തിരിച്ചറിയുക. എന്നിട്ട് ഒരാളെ പ്രേമിക്കുമ്പോൾ അയാളുടെ കുറവുകളും എല്ലാം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. കാരണം ഇപ്പോൾ പ്രേമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ ഒരു ചിന്തയും ഉണ്ടാവില്ല. ഫോൺ വിളിക്കുക, സംസാരിച്ച് ഉറക്കം വരുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. ഇവിടെ നിങ്ങളുടെ ബോഡി എന്തൊക്കെയോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാറുണ്ട്. അത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകും. കാരണം കല്യാണം 7 വർഷമൊക്കെ പ്രണയിച്ച് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ തന്നെ വിവാഹബന്ധം ഉപേക്ഷിക്കണം തോന്നുന്ന ആൾക്കാരെ കാണാനിടയായി. അപ്പോൾ അതിനേക്കാളും ഭേദം പ്രേമിക്കുമ്പോൾ തന്നെ ആളെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി, സ്വയവും മനസ്സിലാക്കി, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഞാൻ ഇന്ന് വന്നത് ഇന്നത്തെ കാലത്ത് വളരെ സർവ്വസാധാരണമായിട്ടാണ് ഡൈവോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ നമുക്ക് സ്വയംവരം എന്നൊക്കെ പറയുന്നത് സ്വയം വരിക്കാനുള്ള ഒരു പെർമിഷൻ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമാണ് കല്യാണം കഴിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്കിഷ്ടമുള്ള ആൾക്കാരെ അവർ തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നത് സക്സസ് ആകുന്നുണ്ടോ, അങ്ങനെയാകാനുള്ള ഒരു വഴിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ അറിയുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്നും നിങ്ങളുടെ ഇഷ്ടക്കേടുകളും ഒക്കെ തിരിച്ചറിയുക. എന്നിട്ട് ഒരാളെ പ്രേമിക്കുമ്പോൾ അയാളുടെ കുറവുകളും